നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോളം പുതിയൊരു C++ പ്രോഗ്രാമിംഗുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് ഇനി വരുന്ന 1-2 വീഡിയോസിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്കായിട്ട് ഞാൻ 1-2 വീഡിയോസിന് ശേഷമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബിഗിനിങ് തൊട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിലെ ഏരിയയും പെരിമീറ്ററും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതിനെ പറ്റിയാണ്. നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഇപ്പം കാൽക്കുലേറ്റർ ആണെങ്കിലും ഇതേപോലുള്ള മാത്തമാറ്റിക്കലി റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പ്രോഗ്രാം വൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏരിയയുടെയും പെരിമീറ്ററിൻ്റെയും ഇക്വേഷൻസ് അറിയാം. റെക്റ്റാങ്കിളിലെ ഏരിയയുടെ ഇക്വേഷൻ L×B എന്നും പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2×L+B എന്നാണ്. ഇപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഹെഡർ ഫയൽ കൊടുക്കാം. #include iostream.h. iostream യൂസ് ചെയ്യുന്നത് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി #include മീൻസ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസ്സറിനെയാണ് #include എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡർ ഫയൽ #include conio.h, അതായത് getchും CLRSCRും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് conio.h എന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷനിലോട്ട് പോവാം. void main. നെക്സ്റ്റ് നമുക്ക് കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബോഡിയിലോട്ട് നമുക്ക് കയറുവാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ആണ് ആദ്യം. അപ്പം റെക്റ്റാങ്കിൾ ഏരിയ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ L×B ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2×L+B ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത് ഏരിയയുടെ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് A ആണ്, പെരിമീറ്റർ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് P ആണ്. അതേപോലെ L/B ഇത്രയും ഈ 4 കണ്ടൻസുകൾ 4 വേരിയബിൾസ് ആണ് നമുക്ക് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നാണ് ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ പറയേണ്ടത്. സോ ഞാൻ ഇൻറ്റിജർ മീൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഫ്രാക്ഷണൽ പാർട്ട് ഈ പൊസിഷനിൽ വരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇൻറ്റിജർ ഞാൻ തന്നെയാണ് വാല്യൂസ് കൊടുക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്യാം. സോ ഇൻറ്റിനകത്ത് ഏരിയയുടെ A, പെരിമീറ്ററിൻ്റെ P, ലെങ്തിൻ്റെ L, ബ്രെഡ്ത്തിൻ്റെ B, ഇത്രയും വേരിയബിൾസ് കൊടുക്കുക. ഇനി നമുക്ക് cout ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ആ ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് റീഡ് ചെയ്യാം. എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. സ്ലാഷൻ യൂസ് ചെയ്തു. ന്യൂ ലൈനിന് വേണ്ടിയാണ് സ്ലാഷൻ കൊടുത്തത്. ഓക്കെ, ഇനി സീനകത്ത് ആ ലെങ്തും ബ്രെഡ്ത്തും കൊടുക്കുവാണ്, എല്ലും ബിയും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് പോകാം. ഏരിയ കണ്ടുപിടിക്കുക ഇക്വേഷൻ A = L×B. ഇനി പെരിമീറ്റർ P = പെരിമീറ്ററിൻ്റെ P = 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് മാത്രമേ L+B എന്ന് എഴുതാവൂ. L+B സെമിക്കോളൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈനിൽ മസ്റ്റായിട്ടും സെമിക്കോളൻ യൂസ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഇത് രണ്ടിനെയും ഡിസ്പ്ലേ ചെയ്യാം. cout ആണ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. coutനകത്ത് ഏരിയ = ഏരിയയുടെ വാല്യൂ ഇതിനകത്താണ് സ്റ്റോർ ആയിട്ടുള്ളത്, അത് കൊടുക്കുക A. അതേപോലെ ഒരു ലൈനത്തെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം പെരിമീറ്ററും കൂടെ. അപ്പം അടുപ്പിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു എസ്കേപ്പ് സീക്വൻസ് ആയ /T യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പെരിമീറ്റർ = പെരിമീറ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് Pയിലാണ്, സെമിക്കോളൻ. ലാസ്റ്റ് getch സെമിക്കോളൻ. പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. ഇനി ഒന്നിലേറെ തവണ നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോഴേക്കും ആ റിസൾട്ട് റെപ്പിറ്റേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി, അതായത് പ്രീവിയസ് റിസൾട്ട് ഇതിനകത്ത് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ CLRSCR എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. പ്രോഗ്രാമിന് കമ്പൈൽ ചെയ്യാം. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. സോ എറേഴ്സ് ഒന്നുമില്ല. നമുക്കിനി റൺ ചെയ്യാം. എൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലെങ്ത് 2 എന്നും ബ്രെഡ്ത്ത് ഞാൻ 3 എന്നും കൊടുത്തു. വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏരിയ = 6 എന്നും പെരിമീറ്റർ = 10 എന്നും. ഓക്കെ, നമുക്ക് വേറെ വാല്യൂസും കൂടെ റൺ ചെയ്ത് നോക്കാം. ലെങ്ത് ഞാൻ 1 കൊടുത്തു, ബ്രെഡ്ത്ത് ഞാൻ 1 കൊടുത്തു. ഏരിയ = 1, പെരിമീറ്റർ = 2.
ഇനി നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഫയൽ എടുക്കുക, ഫയൽ എടുത്തിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നമ്മുടെ ഫയൽ നെയിം എന്താണോ, ഫയൽ നെയിം ഇപ്പോൾ ഞാൻ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പെരിമീറ്ററും ആയതുകൊണ്ട് റെക്റ്റാങ്കിൾ എന്ന് കൊടുത്തു. പിന്നെ ഫയൽ നെയിം കഴിഞ്ഞിട്ട് .cpp എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫയലിൻ്റെ പേരെന്ന് മേളിൽ കാണിച്ചിട്ടുണ്ടാകും. നമ്മൾ മേളിൽ പേര് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ നോ നെയിം എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓൾ ടെക്സ്റ്റ് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആകാം ഇതിനകത്തുനിന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ ന്യൂ എന്ന് കൊടുത്താൽ അടുത്ത പ്രോഗ്രാമിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, C++ന്റെ ബേസ് എന്താണെന്ന് അറിയാവുന്നവരെ സംബന്ധിച്ചിട്ട് ഈ പ്രോഗ്രാം വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി വരുന്ന വീഡിയോസ് ഞാൻ ബേസ് പറഞ്ഞ ശേഷം മാത്രം പ്രോഗ്രാമിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും